നമ്മൾ കുറേ നാളായി വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഷെഫ് പിള്ളെ റെസ്റ്റോറൻറ്റിൽ പോകണമെന്ന്. അപ്പോൾ നാട്ടിൽ നിന്ന് ചേച്ചിയും ചേട്ടനും വന്നപ്പോൾ എന്നാൽ പിന്നെ അവരെയും കൊണ്ടൊരു ട്രീറ്റ് കൊടുത്തു കളയും എന്ന് വിചാരിച്ചു. ബാംഗ്ലൂർ ഫിനിക്സ് മാളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഷെഫ് പിള്ളെ റെസ്റ്റോറൻ്റാണ് നമ്മുടെ സ്പോട്ട്. അകത്ത് കയറട്ടെ തിരക്കട്ടോ. ഷെഫ് പിള്ളയിലേക്കുള്ള ഇടവേളകൾ ഫില്ല് ചെയ്യാൻ വേണ്ടി നാരങ്ങ വെള്ളം കുടിക്കുന്നുണ്ട്. ഷെഫ് പിള്ളയിൽ കുറച്ചും കൂടി ഇരിക്കാൻ പറഞ്ഞില്ലേ? എത്ര നേരം? 40 മിനിറ്റ് വെയിറ്റിംഗ് ടൈം ഉണ്ട്. നമ്മൾ അവിടെ ഓൾറെഡി ബുക്ക് ചെയ്തു, എന്നിട്ട് വെയിറ്റ് ചെയ്യും. സൺഡേ അല്ലേ, തിരക്ക്. സൺഡേ ആയതുകൊണ്ട് കുറച്ച് ക്രൗഡുകളൊന്നും. നമ്മൾ തൊട്ടടുത്തുള്ള ഒരു കടയിൽ നാരങ്ങളും കുടിക്കാൻ ഭയങ്കര ക്ഷീണല്ലേ? തിരക്കണം കൊള്ളാം. നമ്മളത് ഈ കടയിൽ ഒരു കുഞ്ഞടുത്തുള്ള ഒരു കുഞ്ഞു കടയിൽ വന്നിട്ടാണ് ചായ കുടിക്കാനല്ലേ തോന്നുന്നത്. ഇടയ്ക്ക് ചായ കുടിക്കാൻ തോന്നുന്നത്, പക്ഷെ ഇപ്പൊ വെള്ളം ചൂട് കാരണം ഇപ്പൊ വെള്ളം കൊള്ളാല്ലേ? അടിപൊളി. ഇങ്ങോട്ട് കേറുന്ന ഒരു ഏരിയയില് ശരിക്കും ഒരു തറവാട്ടിലോട്ട് കേറുന്ന ഒരു സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. എന്താ അവരുടെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഡിഷസ്. ഓ, അത് സ്വിഗ്ഗിയിൽ കിട്ടുന്നതാണോ? സ്വിഗ്ഗിയുടെ ബിരിയാണി ബെസ്റ്റ് സെല്ലിംഗ് സൂപ്പർ സ്റ്റാർ അങ്ങനത്തെ. ഇതൊക്കെ കേറുന്ന സ്ഥലത്ത് തന്നെ വെച്ചിട്ടോ. ഇതെന്തിന്റെയാ പറഞ്ഞ? ഇതെന്തിന്റെ കിട്ടിയതാണോ? അവാർഡ് കിട്ടുവാണോ? റെസ്റ്റോറന്റ് ഷെഫ് പിള്ളേ റെസ്റ്റോറന്റിന് കിട്ടിയതാണോ? അത് ബെസ്റ്റ് എമർജിംഗ് റെസ്റ്റോറന്റ് ചെയിൻ ഓഫ് ഇയർ സൗത്ത് ഇന്ത്യ. ഓ, അടിപൊളി. ഉണ്ടോ അങ്ങനെ കുറെ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. ആരോ കൊടുത്ത കൊപ്പി വെച്ചേക്കണം. അത് നോക്കണ്ട. സർട്ടിഫിക്കറ്റുകളല്ലേ? കുറെ ഷെഫിന്റെ പേരുണ്ട് കേട്ടത്. ഇവിടെയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരെ തോന്നുന്നുണ്ട്. കുറെ ഷെഫിന്റെ പേരുണ്ട്. നമ്മളിവിടെ പോസ്റ്റ് ആയിട്ടിരിക്കുന്നു. അങ്ങനെ നമുക്ക് സീറ്റ് കിട്ടി. അമ്മോ, തിരക്ക്. വലിയ സീറ്റായില്ലേ? ഇപ്പൊ വലിയ കിട്ടിയപ്പോ വലുതായി. ഫുള്ള് സെലിബ്രിറ്റീസിന്റെ കൂടെ കുറെ ഫോട്ടോസ് സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. മേലോട്ട് കയറുമ്പോഴുള്ള സ്റ്റെപ്പിലാണ് വെച്ചിരിക്കുന്നത്. ധോണി, മോഹൻലാല്, ദിലീപ്, ആമിർ ഖാൻ, ക്രിസ് ഗെയില്, പ്രഭുദേവ, മോഹൻലാല്, രോഹിത് ശർമ്മ. എനിക്ക് പെട്ടെന്ന് പഴയ രൂപ കേട്ടോ. ദുൽഖർ ആണോ പോലീസ് സ്റ്റേഷനിൽ? എനിക്ക് തോന്നുന്നു മറ്റേ ഇതിന്റെയാണ്. ഓ, അമീർ ഖാൻ. ഇത് പഴയ ഫോട്ടോ ആണ് ഷെഫിലൂടെ അല്ലേ? എന്റെ പൊന്നെ പൊളി. ഷെഫ് പിള്ളയുടെ ബാത്റൂം റെസ്റ്റോറന്റില് കയ്യഴുകാൻ വന്ന സ്ഥലത്ത് നോക്ക്. ചെടിയൊക്കെ വെച്ച് അടിപൊളി. ഇവിടുത്തെ കണ്ണടി കേട്ടോ ഗൈസ്. ഞാനാ ഇഞ്ചിപ്പുളി ചിക്കൻ ഒരു പ്ലേറ്റ്, പിന്നെ ഗീ റൈസ് 1, പിന്നെ സംഭാരം കടുമാങ്ങ പാനിപ്പൂരി. അത് എത്ര പീസ്? 6 ആണ്. അതൊന്ന്. പിന്നെ ജാക്ക് ഫ്രൂട്ട് കോളിഫ്ലവർ മോളി, പിന്നെ നിർവാണ ഫിഷ് നിർവാണ. ഏതാണ്? സീർ ഫിഷ്. ചക്ര കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. മറ്റേത് ഫലൂടെ ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഫലൂഡ ഇപ്പൊ പറയാം. ഉണ്ണിയപ്പം ഫലൂഡ. വേറെ നോക്കണോ? പിന്നെ നോക്കാം. എത്ര നേരം എടുക്കും? സ്റ്റാർട്ടേഴ്സ് വേഗം കിട്ടും. മെയിൻ കോഴ്സ് 25 to 30 minutes അപ്പുറം. അതെയോ? നമുക്ക് കിട്ടിയ ബാക്ക്ഗ്രൗണ്ട് കാണുന്നു. വലിയ മരത് ചില്ലി പൊളിച്ചൊക്കെ ഇവിടെ ഒന്നും ഇല്ലല്ലേ? അടിപൊളിയില്ലേ? പക്ഷെ അത് അതിന് നിലനിർത്തിക്കൊണ്ട് ചുറ്റിലും ഇതാക്കിയതാണ്. പക്ഷെ ചുറ്റും മറ്റേ ഇതുള്ള പോലെ ഇല്ലേ? ഇതെന്താ മണി പ്ലാന്റ്? മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് വേറെ അതൊക്കെ ഉണ്ട് ചെടി. അടിപൊളിയല്ലേ? നല്ല എയർ കണ്ടീഷനിങ് ആയിട്ട് അതിന് ചുറ്റും ഉണ്ട്. നല്ല അടിപൊളി വലിയ മരല്ലേ? അടിപൊളി. അതുകൊണ്ട് ഇവിടെ എത്ര തണുപ്പതുകൊണ്ട്. പ്ലേറ്റ് ഒക്കെ വന്നത് പ്ലേറ്റ് തന്നെ കുറെ ഉണ്ടല്ലോ. ഇതെന്തറിയോ? ഇതാണ് കടുമാങ്ങ സംഭാരം പാനിപൂരി. ഈ പാനിപൂരിന്റെ ഉള്ളിൽ ചിക്കൻ വിങ്സ്.
പൊളി. കണ്ടോ ഇതിന്റെ ഉള്ളിൽ പൊക്കി പിടിച്ച് നോക്ക്. ഇതിന്റെ ഉള്ളിൽ മറ്റേ മാങ്ങാച്ചാറാ അല്ലേ? ആ മാങ്ങച്ചാറ്. ആ ഇതിന്റെ ഉള്ളിൽ ഈ സംഭാരം അങ്ങനെ ഒഴിക്കും, എന്നിട്ട് വായിലോട്ട് കഴിക്കുക. അങ്ങനെ വിങ്സ് വെച്ചേക്കുന്ന രീതിയൊക്കെ കണ്ടില്ലേ? പൊളി. കഴിച്ചു നോക്കി. ഏതാച്ചാ നിക്ക് നിക്ക്. എടുത്തോട്ടോ, കഴിച്ചോ ഏതാച്ചാ? എടുത്തോ. അടിപൊളി. എടുത്തോ. അരുമ്പതി വെജിറ്റേറിയൻ ആണ്. പുളിയുടെ ടേസ്റ്റ് ഉണ്ടോ? പുളി ഉണ്ടോ? ആണോ? പക്ഷെ അടിപൊളി. ശരിക്കും ഇഞ്ചി പുളിയില ഇട്ടിട്ടുള്ളതാ ആണോ? ഞാൻ പേര് കേട്ടപ്പോ അതാ ഉദ്ദേശിച്ചത്. അതന്നെയാണോ? അടിപൊളിയുണ്ട്. അടിപൊളി. ശേ നമ്മള് കൊറേ കമന്റ്സ് കണ്ടില്ലേ ഇത് നന്നായിട്ടുണ്ടെന്ന്. ശരിക്കും നന്നായിട്ടുണ്ടോ? അടിപൊളി അടിപൊളി. ശേ അത്രയ്ക്ക് ടേസ്റ്റോ? എങ്ങനെയുണ്ട്? ഇഞ്ചിപ്പുളിയുടെ അത്ര പുളിയില്ല, പക്ഷെ ഒരു പുളിരസമുണ്ട്. ഒരു ചിക്കൻ എന്താ പറയാ ഭയങ്കര സ്മൂത്തി ആയിട്ട് ഈ സാധനം വരിക എല്ലുന്ന്. അതുപോലെ തന്നെ എന്താ പറയാ എരിവില്ല ഭയങ്കരമായിട്ട് അല്ലേ? എല്ലാവർക്കും തിന്നാൻ പറ്റുന്ന ഒരു രീതി. നല്ല ഫ്ലേവർ. അടിപൊളി. നെക്സ്റ്റ് പാനിപൂരി. സംഭാരം കടുമാങ്ങ പാനിപൂരി. അതായത് ഒഴിച്ചിട്ട് അടുത്തേക്ക് വെച്ചാൽ അല്ലെങ്കിൽ മേത്താവും. സംഭാരം നല്ല അടിയിരിക്കും അല്ലേ? അടിപൊളിയായിരിക്കും. അതും ചൂട്ടത്ത് സംഭാരം ക്ലിയർ. നല്ലതാണോ? ഇതൊക്കെ ആരുടെ ഇങ്ങനത്തേക്കുള്ള ഓരോ സാധനങ്ങൾ ഉണ്ടാക്കണ്? അത് നേരത്തെ വെച്ച് പറ്റും. അത് വെജല്ലേ? അങ്ങനെ വായിലായിട്ടൊരു കടിക്കണം കേട്ടോ. ആ നോക്കിട്ട്. ലാസ്റ്റ് വരുമ്പോ ആ മാങ്ങയുടെ പുളി വരും അല്ലേ? അത് കടിക്കാൻ കിട്ടിയ ഇനി ഞാൻ കഴിക്കട്ടെ, വിശക്കുന്നു കേട്ടോ. വെറൈറ്റി ആയിട്ടില്ലേ? നമ്മളെ സംഭാരം കുടിച്ചിട്ടേ ലാസ്റ്റ് ആ കറുമുറ കഴിയില്ലേ പാനിപ്പൂരിയുടെ, അത് കഴിച്ചിട്ട് ഇറങ്ങുമ്പോ ലാസ്റ്റ് നമുക്ക് ആ മാങ്ങയുടെ കിട്ടും. അത് കടിക്കുമ്പോ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ എരിവും ഒരു മാങ്ങയുടെ പുളിയും കൂടെ അല്ലേ? അടിപൊളി. മസ്റ്റ് ട്രൈ. പൊളിയായിട്ട് മോളി നിർമ്മാണം. ജാക്ക്ഫ്രൂട്ട് കോളിഫ്ലവർ മോളി. ഓ മോളി, ജാക്ക്ഫ്രൂട്ട് കോളിഫ്ലവർ. ഇത് തക്കാളി ഒക്കെ ഉണ്ടല്ലോ. ഇതും തരുന്നു. ഇത് ഫിഷ് നിർവാണം അല്ലേ? ഏതാ? സീൽ ഫിഷ് അല്ലേ പറഞ്ഞ? സീർ ഫിഷ്. ഇത് റൈസ്, ഗീ റൈസ്. അപ്പം അരുന്നതിക്ക് കിട്ടോ? കുറച്ച് അരുന്നതിക്ക് കിട്ടോ? ഒരെണ്ണോ? ഒന്നിവിടെ വന്നു. ആ നൂൽ പൊറോട്ട. താങ്ക് യു. നമ്മൾ നാലാളും ഓരോ അപ്പം കഴിച്ചു. നൂൽ പൊറോട്ട നോക്കിട്ട് ഭയങ്കര നൂല് പോലെയാണോ? നോക്കട്ടെ. ഓ കഴിച്ചു കഴിച്ചു. ഭയങ്കര സോഫ്റ്റാ. അതിന്റെ സ്ട്രക്ചറില് പൊളി. സത്യം സത്യം അടിപൊളിയായിരിക്കും. പണിയെടുത്തിട്ടുണ്ട്. ഇതിന് ഏതാ കോമ്പോ? ഏത് നിർവാണല്ലേ? അതിന് നിർവാണ കോമ്പോ. ഏത് കൊള്ളാന്ന്? കഴിച്ചോക്കടാ. നീ നിർവാണ കഴിക്കുന്നേ? അരുന്തതി വെച്ചുണ്ട്. ഗ്രേവി നോക്കാം. ഓക്കെ. നമ്മൾ ഉണ്ടാക്കുന്ന നിർവാണയ്ക്ക് ഒരു മഞ്ഞ കളർ, ഇവരുണ്ടാക്കുമ്പോ എന്താ ഒരു വേറെ കളർ അല്ലേ? മഞ്ഞയല്ല എന്നാലും എങ്ങനെയുണ്ട് പൊന്ന? അടിപൊളിയാണോ? പൊളിയാ? തേങ്ങാപ്പാലിനെയാണ്. തേങ്ങാപ്പാലിന് മീനും കൂടെ കഴിച്ചു തുടങ്ങാം. കാരണം ബാംഗ്ലൂർ മീനായോണ്ട് നമുക്ക് അറിഞ്ഞൂടല്ലോ. ഇത് നോക്ക്, പൊടി 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 പോലെ. ഇത് എങ്ങനെയാണ് ഇങ്ങനെ പൊടിക്കുന്നത്? ഇത് മറ്റേ നൂൽപൊട്ടില്ല ഉണ്ടാക്കുന്നത്.
ഇതെന്താ അറിയോ, ഇതാണ് മോളി. ജാക്ക് ഫ്രൂട്ട്, കോളിഫ്ലവർ എനിക്ക് ഇഷ്ടമല്ല. ചക്രമാണോ അവർക്ക്? ആയിരുന്നു അല്ലേ? ഇത് വെജിറ്റേറിയൻകാർക്കുള്ളതാ അല്ലേ? ഇവിടെ വയ്ക്കട്ടെ. അത് അപ്പത്തിനായിരിക്കും കോമ്പോ കൂടുതൽ. പക്ഷെ അപ്പത്തിന് പറ്റുന്ന സാധനം അത്. നോട്ടെ, അത് ആദ്യം കഴിച്ചത് വെജിറ്റേറിയൻകാർക്ക്. ഇല്ല പൊന്നെ, അടിപൊളി. ഭയങ്കര ക്രീമിയില്ലേ? ഇതെങ്ങനെ ഒപ്പിക്കുന്നാവോ? അടിപൊളിയത്. ഇനി എന്റെ നിർവ്വാണം ഇതാണ്. കഴിക്കണം കഴിക്കണം എന്ന് എല്ലാരും പറയാറ്. കഴിച്ചോട്ടെ. കൊള്ളാവോ ചേട്ടാ? നിർവ്വാണം കൊള്ളാവോ? നിർവ്വാണിയും അപ്പോ തേങ്ങാപ്പാലാണ് അതിന്റെ മെയിൻ അല്ലേ? മീനിന്റെ ഫ്ലേവർ ഉണ്ടല്ലേ? ഞാൻ വിചാരിച്ചു തേങ്ങാപ്പാൽ കഴിക്കുമ്പോ അതില്ലായിരിക്കുന്നു. പക്ഷെ അതുകൊണ്ട് ഇഞ്ചിയൊക്കെ ഒരു ഇതില്ലേ? ഇഞ്ചിയുടെ ഒക്കെ ഒരു ഇതില്ലേ? എന്തില്? അടിപൊളി. അപ്പൊ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. എന്തായിരുന്നു? ഉണ്ണിയപ്പം ഫലൂഡ. ഉണ്ണിയപ്പം ഫലൂഡ. ഇതുകൊണ്ട് ഉണ്ണിയപ്പം ഒന്നും കാണാനില്ല കേട്ടോ. ഉണ്ണിയപ്പം പഴം ഉണ്ടല്ലേ? പഴം ഇതിലെന്തോ കൊടുന്ന് ഒഴിച്ചു. ഇപ്പൊ ഫുള്ള് കാണാൻ നല്ല ഭംഗിയാ. കണ്ടോ? നോക്കട്ടെ, ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കാൻ പോവാ? എന്താ ഫ്ലേവർ? ഉണ്ണിയപ്പം ഉണ്ടോ അതിന്റെ ഉള്ളിൽ? അതിന്റെ ഉള്ളിൽ ഉണ്ണിയപ്പം ഉണ്ടോ? പഴം ഉണ്ടോ അതില്? നീ ഉറങ്ങിയോ? ഈ കടിക്കാൻ കിട്ടുന്ന സാധനത്തിന്റെ പേരെന്താ? കോൺഫ്ലെക്സ് ഇല്ലേ? അതാണ് തോന്നുന്നു. ഉണ്ണിയപ്പുണ്ട്. ഇത് കണ്ട എല്ലാവർക്കും ഉണ്ടോ? മറ്റേ തേൻമുട്ടായി. തേൻമുട്ടായി. ഉണ്ണിയപ്പം ഇങ്ങനെ കഷ്ണമായിട്ട് മുട്ടിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് ആണോ അത്? ഫ്രൂട്ടി. പക്ഷെ കുഴപ്പമില്ല കേട്ടോ. ഫലൂഡയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. എനിക്കിഷ്ടമായി. ഇത് കൊടുത്തിട്ടാണ് അതില് ഒഴിച്ചത്. പക്ഷെ ഇതെന്താ? ബദാം മിൽക്കാന്ന് തോന്നുന്നു. ബദാം മിൽക്ക? എന്തൊരു മണം വരാണ്ട്. പക്ഷെ ഇത് അതിൽ ഒഴിച്ചു, എന്നിട്ട് ഇങ്ങനെ കശക്കിയിട്ടാണ് തിന്നണേ. കൊള്ളാം. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ നമ്മുടെ ബില്ല് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ ഇതുണ്ട് ഇത്രേ ആയിട്ടുള്ളൂ. പക്ഷെ കഴിച്ചതിന് കാര്യമായിട്ടുള്ള വർത്തുണ്ട് കേട്ടോ സാധനം. ഞങ്ങള് നിർവ്വാണം ട്രൈ ചെയ്തു, പിന്നെ ജാക്ക് ഫ്രൂട്ട് മോളി ട്രൈ ചെയ്തു, പിന്നെ അപ്പം നൂൽ പൊറോട്ട. ചേട്ടൻ്റെ നാട് എവിടെ? ചാലക്കുടി. ഞാൻ തൃശ്ശൂരുകാരിയാ. ഞാൻ പഴയനൊരു ഭാഗം. ഗീ റൈസ് അടിപൊളി, ഫ്ലേവർ ഒക്കെ നല്ല. നമ്മൾ ആദ്യമായിട്ടാ വരുന്നത് ഷെഫ് പിള്ളയിൽ. നമ്മൾ ആദ്യമായിട്ടാ. എന്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് അവർക്കൊരു ട്രീറ്റ് ആയിട്ട് നമ്മൾ വന്നതാ. അടിപൊളി എല്ലാ സാധനം ആയിരുന്നു. ചാലക്കുടി. അമൽ. ഞാനിവിടെ തന്നെ ബാംഗ്ലൂർ. ശരി. അപ്പൊ നമ്മൾ ഇറങ്ങി കഴിച്ചു. അടിപൊളി കേട്ടോ. നമ്മൾ ഷെഫിന്റെ ഒക്കെ അല്ലേ? ഷെഫിനോടൊക്കെ കണ്ട് വർത്താൻ വന്നു. ഭയങ്കര കമ്മി കേട്ടോ. എല്ലാരും ഇവിടെ കൂടുതൽ മലയാളീസ് തോന്നുന്നു. അയ്യോ മഴക്കാരുണ്ട് നല്ല. അയ്യോ ഫയർ പറഞ്ഞു. അടിപൊളി. നമ്മള് എന്താ പറയുക, ഒരു വട്ടമൊക്കെ കഴിച്ചാൽ ഭയങ്കര വർത്തല്ലേ? പക്ഷെ എല്ലാരും പറയുന്നത് നിർമ്മാണം മാത്രം കഴിക്കണം. പക്ഷെ നിർമ്മാണം മാത്രല്ല കേട്ടോ. കോളിഫ്ലവർ മുടി ഭയങ്കര ക്രീമി സ്ട്രക്ചർ കേട്ടോ. നമ്മള് മറ്റേ കല്യാണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഗീ റൈസ് ഇല്ല, അതുപോലെ അടിപൊളി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മസ്റ്റ് ട്രൈ ചെയ്യേണ്ടത് പാനിപ്പൂരിയും മറ്റേ ഇഞ്ചിപ്പുളി ചിക്കൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി.
ഒരു വട്ടൊക്കെ വരാട്ടോ കഴിക്കും. അങ്ങനെയല്ലാണ്ട് എല്ലാരും ഭയങ്കര എന്താ പറയാ റേറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് മാറ്റിന്നാലും അത്രയും നല്ല സാധനം കഴിക്കുമ്പോ അത് അല്ലേ ഫീൽ ചെയ്യും. അപ്പൊ ഈ ഒരു കുട്ടി ഫുഡ് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പൊ വീണ്ടും അടുത്തേക്ക് കാണാം. അതുവരെ എല്ലാവരും നന്നായിരിക്കട്ടെ. Bye.